ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവളെ വക ഒരു ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ വേങ്ങർക്ക് കൊടുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ ചെക്ക് ചെയ്യണം എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നൊക്കെ ഇവിടെ ബർത്ത്ഡേ ആയിട്ടെന്ന്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്ത്, അപ്പോൾ ചെറിയ പീസ് മാത്രമേ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളൂ. എന്താണെന്നാൽ വേറെ ഫുഡൊക്കെ ഇനി ഓർഡർ ചെയ്യാണ്ട്, അപ്പോൾ എല്ലാം കൂടി കഴിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ മക്കൾക്കൊക്കെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു ചെറിയ പീസ് കേക്ക് വാങ്ങി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മക്കൾക്കൊക്കെ അവൾ വായിൽ വെച്ച് കൊടുക്കണ്ടേ. ഇതാട്ട് എത്ര ആൾക്കാരുടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. എൻ്റെ മോളുണ്ട്, അവൾ അപ്പുറത്ത് ചെയറിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ല അടിപൊളി കേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേക്ക്. അപ്പോൾ ഒരു പീസും കൂടി ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ തോന്നി. പിന്നെ കുറേ ഐറ്റംസ് ഇനി ഓർഡർ ചെയ്യാണ്ട്, അപ്പോൾ ഇതിലും കൂടി സ്പേസ് ഉണ്ടാവില്ല വെച്ചിട്ടാണ് ഇതിമിലെ അമർത്തിയത്. എല്ലാവരും കൂടിയും കാണാത്തോലെ മാറി കേക്കിനെ ചക്കക്കൂട്ടാനാക്കേണ്ടി കേട്ടാ, ആകെ ഒരു പീസല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇത് കൈ വെച്ചിട്ട് വേജാറായി കണ്ടെല്ലാം കൂടി തിന്ന് തീർക്കണ്ടേ. പിന്നെ അടുത്തത് ഞങ്ങൾ ഷെയ്ക്ക് ഓർഡർ ചെയ്ത്, നല്ല അടിപൊളി ചിക്കു ഷെയ്ക്കൊക്കെ ഓർഡർ ചെയ്ത് ഇനി ഇത് കുടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുടിക്കാന്നുള്ള ഇതാണ്. എല്ലാവരും ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെ വന്നതാട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ വന്നിങ്ങനെ, അപ്പോൾ ഇനി വേറെയുള്ള ഫുഡിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. അടുത്തത് പിസ്സ എത്തിക്കണം കേട്ടോ. പിസ്സ കാണാൻ നല്ല അടിപൊളി ലുക്കുണ്ട്, നമുക്ക് കഴിച്ച് നോക്കാം. ഈ ചീസ് ഇങ്ങനെ വലിഞ്ഞിങ്ങനെ വിൽക്കുമ്പോൾ നല്ല ലുക്കില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ കഴിച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി പിസ്സ ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ലോഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിന്, അതുപോലെ ഞങ്ങൾ പാസ്തൊക്കെ ഓർഡർ ചെയ്തിന് കേട്ടോ. അവളെ ഞങ്ങൾ നല്ല മുതലാക്കിയിട്ടാണ്. അവൾക്ക് അങ്ങനെ വല്ലപ്പോയൊക്കെ ചിലവ് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ ചാൻസ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി മുതലാക്കി. ഈ പിസ്സ കഴിച്ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ വയറ് ഏകദേശമൊക്കെ ഫില്ലായിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ ചിന്തിച്ചല്ലോ ഇതൊക്കെ ഇനിയിപ്പോൾ എന്തിനാ ഓർഡർ ചെയ്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കണേ. അപ്പോൾ മറ്റേ ബർത്ത്ഡേ അനിയത്തി പറയുകയാണേ, ഇതെന്തായാലും കഴിച്ച് തീർത്തോളി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനെൻ്റെ അനിയത്തി മത്സരിച്ച് തിന്നണേ. പിന്നെ മോളും വേറെ അനിയത്തിയും എൻ്റെ മോളും മൂലൊക്കെ വേറെ പ്ലേറ്റ് തട്ടണേ. ഏകദേശമൊക്കെ അതും തീർന്നു തുടങ്ങിയിരിക്കണേ. പാസ്ത പിന്നെ തിന്നാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. ഞങ്ങൾ പാർസൽ ചെയ്യാമെന്ന് വിചാരിച്ച്, വീട്ടിലേക്ക് പാർസൽ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അപ്പോഴത്തേന് വയറ് ഫില്ലായിക്കണേ. അങ്ങനെ അവളെ കിട്ടിയ ചാൻസിന് നല്ല ഈടാക്കി. അങ്ങനെ ലാസ്റ്റ് ഒരു കോളിങ് കൂടിയും പറഞ്ഞ്, ജ്യൂസൊക്കെ ഫുഡിൻ്റെ അടിയിൽ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെന്ത് കുടിക്കാറില്ല, അപ്പോൾ ഒരു കൊക്കക്കോളയും കൂടിയും പറഞ്ഞ് അതിങ്ങനെ കുടിച്ചിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കട്ടെ. അത് കുടിച്ചാലല്ലേ നമുക്കൊരു റാത്തുള്ളൂ. അങ്ങനെ എല്ലാ സാസറുകളൊക്കെ തട്ടി അടിയാക്കിന്. പാസ്തന മാത്രം അവിടെ വെച്ചിക്കണേ, ഇനി പാർസൽ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ പുറത്തുള്ള ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കഴിക്കണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറിയതാ ഇങ്ങനെ ഇരിക്കണേ സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.